ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മത്തിക്കറിയുമായിട്ടാണ്. ബാച്ചിലേഴ്സിലൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു മത്തിക്കറി ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം മത്തിയാണ്. ഇത് മാർക്കറ്റിൽ നിന്നും വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഒന്ന് കഴുകി ഒന്നുകൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഉപ്പും എരിയും പുളിയും പിടിക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഞാനിവിടെ 3 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കണം. അതിനുശേഷം ഒരു ചട്ടി വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 20 ഗ്രാം വെളുത്തുള്ളി നടുവേ കീറിയതും 20 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനെ ഇളക്കി കൊടുക്കണം. ഇതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ എരിയില്ലാത്ത മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ല ഫൈൻ പൊടിയായിരിക്കണം, എങ്കിലേ മീൻകറിക്കൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഇതിനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറുത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മത്തി വെള്ളത്തിൽ മുങ്ങി കിടക്കത്തക്ക രൂപത്തിൽ ആദ്യമേ ഇതിനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് ഈ സമയത്ത് ശകലം ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പില്ല എങ്കിൽ ഈ സമയത്ത് ഉപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം ഇതിൻ്റെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മുകളിൽ കൂടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 4-5 ദിവസം വരെ വെളിയിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ദിവസവും. പിന്നെ കുറേ കറിവേപ്പില കൂടെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സ് മത്തിക്കറി. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലൊട്ടൊന്ന് മാറ്റിയെടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.